തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി വാങ്ങിയ കടം വീട്ടാൻ വീട് വിൽപ്പനയ്ക്ക് വെച്ച് കുടുംബം. കൊല്ലം ശാസ്താംകോട്ട പള്ളിശ്ശേരി സ്വദേശി അനിലാണ് കടം വീട്ടാൻ വീട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അനിൽ ചികിത്സ തേടിയത്. നാട്ടുകാരിൽ നിന്ന് കടം വാങ്ങിയായിരുന്നു യുവാവ് ചികിത്സ നടത്തിയത്. മരംവെട്ട് തൊഴിലാളിയായ അനിലിന് ഹൃദയാഘാതം വന്നതോടുകൂടിയാണ് കുടുംബം പട്ടിണിയിലേക്ക് മാറിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാത്രം ചികിത്സയ്ക്കായി 1 ലക്ഷം രൂപയിലധികം ചെലവായി. ഇപ്പോൾ അരി വാങ്ങാൻ പോലും പണമില്ലാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം കഴിയുന്നത്. ലൈഫിൻ്റെ ആയിരുന്നു. അവർ 4 ലക്ഷം രൂപ വന്ന് ബാക്കി നമ്മൾ കയ്യിൽ നിന്ന് ഒപ്പിച്ചാണ് ഈ വീടിപ്പോൾ വെച്ചത്. അണ്ണൻ ഇങ്ങനെ ഒരു അസുഖം വരുമെന്ന് അറിഞ്ഞുകൊണ്ടല്ല, അല്ലെങ്കിൽ അതൊരിക്കലും എടുക്കത്തുമില്ലായിരുന്നു. വേറെ മാർഗ്ഗമില്ല എന്നെ കൊണ്ട്. അണ്ണന് ഒരു നേരത്തെ ആഹാരം നല്ലോണക്ക് കിട്ടുന്നെങ്കിൽ ഇവിടെ കിട്ടിക്കോട്ടെന്നും പറഞ്ഞാൽ ഇങ്ങോട്ട് വന്ന. പിന്നെ അത് മാത്രമല്ല, കടക്കാരെനിക്ക് പറ്റുന്നില്ല. 3 ലക്ഷം രൂപയുടെ കടമുണ്ട്, മൈക്രോ എല്ലാം കൂടെ. അരി മേടിക്കാൻ ഒന്നിനും പറ്റുന്നില്ല. അണ്ണന് നല്ലോണക്ക് ആഹാരം ഫ്രൂട്ട്സും ഒന്നും കൊടുത്തിട്ടില്ല ഓപ്പറേഷൻ കഴിഞ്ഞതിനൊക്കെ. അനിലിന്റെ ഏക വരുമാനം നിലച്ചതോടെ കുടുംബം കടക്കണിയിലായി. ഭവന വായ്പയും മുടങ്ങി. വീട് പണിക്കായി എടുത്ത 3 ലക്ഷം രൂപയും ചികിത്സയ്ക്കായി കടം വാങ്ങിയ 1 ലക്ഷം രൂപയും ചേർത്ത് 4 ലക്ഷം രൂപയാണ് ഈ കുടുംബത്തിന്റെ ബാധ്യത. ഒരു നേരം മെഡിക്കൽ കോളേജിൽ പോകാൻ 3000 രൂപയിലധികം വേണം. ശാസ്താംകോട്ട പള്ളിശ്ശേരിയിലെ 3.5 സെന്റ് ഭൂമിയിൽ വെച്ച വീട് വിറ്റാൽ മാത്രമേ ഇനി കടം വീട്ടാൻ സാധിക്കുകയുള്ളൂ. ഇളയ മകളെ വിവാഹം കഴിച്ച് അയപ്പിക്കാനുമുണ്ട്. സഹായത്തിനായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ നിർധന കുടുംബം. റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.